സ്കോക്ക് കറുപ്പ്, നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ അണ്ണന്റെ കറുപ്പ്. ഡയറക്ടർ ക്രോസ്ടോക്ക് ബാലാജി അഥവാ ആർജെ ബാലാജി. ഇതിന്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സായ ബേങ്കർ ആണ്. കിഡ്ലൻ വർക്ക്, അമേസിങ്. അതായത് ഇസ് ഗോണ ബി എ നെക്സ്റ്റ് ബിഗ് തിങ്. ഓൾറെഡി ബിഗ് തിങ് ആണ്. ഒരു അനിരുദ്ധ് GVP ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം സിഗ്നേച്ചറാണ്. അതായത് പുള്ളിയുടെ സ്കോർ ആയി കഴിഞ്ഞാൽ, സോങ്സ് ആയി കഴിഞ്ഞാൽ കേട്ടാൽ അപ്പം മനസ്സിലാവും അത് സായിയാണ് ചെയ്തത്. അതുപോലത്തെ കിടിലം വർക്ക്. പക്ഷേ പട്ടം നമ്മുടെ വിജയ് അണ്ണ CM ആയിട്ട് പോയല്ലോ, സിനിമ നിർത്തി പോയല്ലോ. ഒരു രക്ഷകൻ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സൂര്യ അണ്ണൻ ആ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. വേട്ടക്കറുപ്പ്, അതായത് ഈ കറുപ്പണ്ണൻ അങ്ങ് രക്ഷിക്കുക ആൾക്കാരെയൊക്കെ. അപ്പൊ ഇതൊരു സൂപ്പർ നാച്ചുറൽ, സൂപ്പർ പവർ ഉള്ള ദൈവം, അതാണ് ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. കോർട്ട് റൂം സീൻസ്, കേസസ്, അപ്പം വക്കീലന്മാര് കാണിക്കുന്ന ഉടായ്പകൾ, ആൾക്കാരെ ഭാവങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത്, ബിരിയാണി കഴിക്കുന്നത്, പൈസ അടിക്കുന്നത്, അതിന്റെ പേരിൽ അവർ കാണിക്കുന്ന മറ്റ് അട്രോസിറ്റീസ്, മാഫിയ ഗാങ്. അപ്പൊ ആർജെ ബാലാജി അണ്ണനെ പുള്ളിക്ക് മെയിൻ ആവണം, അതിനു വേണ്ടി എടുത്ത പടമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് സിനിമയിൽ കൂടുതലും, സൂര്യയെക്കാളും സ്ക്രീൻ ടൈം ഉള്ളതും കൂടുതൽ സീൻസ് എല്ലാം ഉള്ളത് ഇദ്ദേഹത്തിനാണ്. അപ്പൊ ഇതൊരു മൊണ്ണേഷാണ്, മൊണ്ണേഷ് കുമാർ കഥാപാത്രമാണ്. അത് തനി മൊണ്ണേഷായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ആർജെ ബാലാജി, സൂര്യയുടെ വില്ലനൊക്കെ ആർജെ ബാലാജി. അത് ഇതുപോലത്തെ ഒരു ആക്ഷൻ പടമാണ് ഇത്. ആക്ഷൻ അങ്ങനത്തെ ഒരു പടമായിട്ട് എടുത്തിരിക്കുന്നത്. കോമഡിയും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ സൂര്യ ഇല്ല. ഈ ആർജെ ബാലാജി പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ, പുള്ളി തമിഴിൽ പോയിട്ട് നല്ല കിട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആസ് ഓൾവേസ്. കാരണം പുള്ളിയുടെ റേഞ്ച് അറിയാലോ. തമിഴന്മാർക്ക് നല്ലൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അവരത്രയും അവരുടെ ഇടയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു ആക്ടറാണല്ലോ ഇന്ദ്രൻസ്. കൂടെ അനഘ രവി, അവർ രണ്ടുപേരും നല്ല ആക്ടിങ് ആയിരുന്നു. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് അയ്യോ ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കണ്ണീർ പുഴയാണ്. അത്രയ്ക്കും ദുരന്തം പിടിച്ച ഒരു പിന്നെ അച്ഛനും മോളും. ഇവിടെ നഖ 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 നഖ. അപ്പൊ ഇവിടെ സ്വർണം കെട്ടുണ്ടുപോയി, ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതിന്റെ പുറകെ ഇവര് നടക്കുന്ന, അപ്പൊ ഇതിന്റെ പേരിൽ നടക്കുന്ന ഇവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത്. അവളുടെ കിഡ്നിയോ ലിവറോ എന്താ അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആദ്യത്തെ കുറേ സമയം ഇത് തന്നെ അർജെ ബാലാജി, ഇന്ദ്രൻസും അനഘയും. പിന്നെ ഇതിൽ കുറെ മലയാളീസ് ഉണ്ട്. ഇടയ്ക്ക് അജു വർഗീസിനെ കണ്ട്. എന്തിനും എവിടെ നിന്ന് വന്നു പോയതാണെന്ന് ആർക്കറിയാം ഒരൊറ്റ സീനില്. പിന്നെ ശിവതയുണ്ട്. ശിവത വേറെന്താ കേസ് കിട്ടുകയാണ് നടക്കുക. പിന്നെ നമ്മുടെ സ്വാസിക ഉണ്ട്. സ്വാസിക ആർജെ ബാലാജിയുടെ അസിസ്റ്റന്റാ. അങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ നാട്ടി നടരാജ്, പുള്ളി നല്ല ആക്ടറാണ്. പുള്ളിയാണ് ഇതിൽ ജഡ്ജായിട്ട്. പിന്നെ ജോർജ് മരിയൻ അദ്ദേഹമുണ്ട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂര്യനെ പ്രത്യക്ഷപ്പെടുന്ന കുറെ കഴിഞ്ഞിട്ടാ. ഇതെന്ത് LED ലൈറ്റൊക്കെ വെച്ചൊരു സൂര്യനെ. എന്നിട്ട് പിന്നെ രക്ഷകനാ ഈ കറുപ്പ് സ്വാമി. കറുപ്പ് സ്വാമിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് കോടതി, ഒരു സ്ഥലത്ത് കറുപ്പ് സ്വാമി, രണ്ടും ഒരു കോമ്പൗണ്ട് തന്നെയാണ്. കോടതി സമുച്ചയം അപ്പുറം, ഇപ്പുറം കറുപ്പ് സ്വാമി. അപ്പൊ കറുപ്പ് സ്വാമിയുടെ പ്രസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസാദിപ്പിക്കാൻ, കറുപ്പ് സ്വാമിയെ പ്രസാദിപ്പിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വറ്റൽ മുളകില്ലേ, ഉണക്കമുളക്, ഗുണ്ടൂർ കാരം ഉണക്കമുളക് എടുത്തിട്ട് ഒരു മറ്റേ ഇടിച്ചിട്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കുക. മറ്റേ ഇടിക്കലിൽ വെച്ച് ഇടിച്ചിട്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തേച്ചങ്ങ് സേവിച്ചു കൊടുക്കുക. ആരെ? കറുപ്പ് സ്വാമിയുടെ മോന്തയ്ക്കും തലയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറുപ്പ് സ്വാമി പ്രസാദിക്കും. അതാണ് കറുപ്പ് സ്വാമി രക്ഷകന്. രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. പിന്നെ ഓൾറെഡി സൂപ്പർ പവറുള്ള ആളാണ്, ദൈവമാണ്, എന്തും ചെയ്യാൻ പറ്റും. കറുപ്പ് സ്വാമി ഇങ്ങനെ പൊട്ടിക്കും. ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എല്ലാം ഫ്രീസാവും, എല്ലാ ആൾക്കാരും ഫ്രീസാവും. അപ്പൊ ഒരു ഓളം എന്ന് പറഞ്ഞാൽ വേവ്സ്, ഒരു വേവ്സ് ഇങ്ങനെ ആയി വരും. അപ്പൊ അത്രയും സൂപ്പർ പവറുള്ള ഒരാളെ നേരിടാൻ അപ്പുറം സൂപ്പർ പവറുള്ള ഒരു വില്ലൻ വേണ്ടേ? ഈ മൊണ്ണേഷ് കുമാർ മതിയോ? രണ്ടാള് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റിന്റെ അപ്പുറം നിൽക്കുന്ന എന്തെങ്കിലും പവർ വേണ്ടേ? ദൈവവും മനുഷ്യനും തമ്മിൽ അടി ചെയ്തു. ഇത്രയും ശക്തിയുള്ള എങ്ങനെതാ
അങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫ്രീസായി പോകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ലല്ലോ. ദൈവത്തിന് എന്തും ചെയ്യാനോ. അപ്പോ ദൈവം എന്താണ് ഇങ്ങനെ ഇയാളെ വായിൽ കയറി സംസാരിക്കും. ദൈവത്തിന് എന്തും ചെയ്യാം, അതെന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ദൈവം പിന്നെ നന്മവരം അങ്ങനെയാണ്. ഇതില് അങ്ങനെ കുറെ സീക്വൻസ് ഉണ്ട്. എല്ലാവരെയും നന്മവരാക്കുക. ആയിരിക്കും കറുപ്പ് സ്വാമി, വെട്ടക്കറുപ്പ്. പിന്നെ ഫൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി ഇത്രയും ശക്തിയില്ല. ഞാൻ പറഞ്ഞേ, ദൈവം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ശക്തരായ ആൾക്കാരില്ല. ഇപ്പൊ ഗുണ്ടകളൊക്കെ വരുമ്പോ ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഗുണ്ടകളാണ് വന്നത്. പിന്നെ ഗുണ്ടകൾ എന്ത് അടിയാനാ? പിന്നെ ഫൈറ്റിന് എന്ത് അലവൻസാ ഫൈറ്റിനുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇതിലാകെ ഈ അഭയങ്കാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ സോങ്സും, അത് മാത്രം. പിന്നെ ഇത് ഭയങ്കര സെറ്റപ്പ് സമയം. കറുപ്പ് ഗുണ്ട മറ്റേ ഇത് വലിക്കും, ചുരുട്ട് വലിക്കും, അൽഫാമിന്റെ ലെഗ് പീസ് കഴിക്കും. അങ്ങനെ മറ്റേ വെജിറ്റേറിയൻ സാമിയൊന്നല്ല, വേറെ ലെവലാ. ചുരുട്ടൊക്കെ വലിച്ചിട്ട് അവസാനം ഗോകുലം ഗോപാലനായിട്ടൊക്കെ വരുന്നുണ്ട് ചുരുട്ടൊക്കെ വലിച്ചിട്ട്. പിന്നെ ഇതിൽ കുറേ റെഫറൻസസ് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോല കോഫി സീൻ ഷോപ്പ് ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാൻഡി മാസ്റ്റർ ഒക്കെ വരുന്നുണ്ട്. ചോക്ലേറ്റ് കോഫി. അത് നല്ല അടിപൊളി റെഫറൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സൂര്യയുടെ ഏറ്റവും കച്ചറപ്പടായിട്ടില്ല, ഞാൻ ഒന്നും രണ്ടും അല്ല പറയുന്നത്, പിന്നീട് അങ്ങോട്ട് വന്നതിന് ശേഷം അല്ല എന്താ, അതായത് ബബ്ബയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് റെഫറൻസസ് അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇദ്ദേഹത്തിന്റെ തന്നെ അഭിനയിച്ച LKG വരെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്തോ ഒരു സിനിമ, അതായത് തുടക്കം മുതൽ അവസാനം വരെ എന്തോ ഒരു സിനിമ. ഇടയ്ക്ക് ഇയാള് വന്നിട്ട് ദൈവം വന്നിട്ട് ഇങ്ങനെ ഓരോരോ ദൈവത്തിന്റെ ശക്തി കാണിക്കുക. പിന്നെ തൃഷയുണ്ട്, കൃഷ്ണ വക്കീല, ഇങ്ങനെ കൂടെ എർത്തായിട്ട് സൂര്യയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അങ്ങനെ മൊത്തത്തിൽ ഇത് എന്ത് കമ്പേക്കാ? സൂര്യയുടെ എത്രാമത്തെ കമ്പേക്കാ അത്? ഇത് തമിഴ്നാട്ടിൽ വിജയിക്കില്ലോ എന്ന് എനിക്കറിയില്ല. കാരണം അവര് മറ്റേ ഇങ്ങനെ കുറെ നാരങ്ങയും മറ്റേതൊക്കെ കഴുത്ത് തൂക്കി കുറെ മുളക് പൊടിയും മോന്തയ്ക്ക് എറിഞ്ഞ് കാണിച്ചു കഴിഞ്ഞാല് അവിടെ ചിലപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് കയ്യിലും കൂപ്പായിരിക്കും. എന്റെ കൂടെ കുറെ തമിഴന്മാരുണ്ട്, അവർ കൈയടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എന്ത് തേങ്ങയാണ്, എന്താണ് ഈ RJ ബാലയെ ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ, കോർട്ട് സീന്, കോർട്ടിന്റെ അകത്ത് പോലീസ് ജീപ്പ്. അയ്യോ. മലയാളത്തിലെ പ്രകൃതി പടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഉണ്ണിമായ തമിഴില് അങ്ങനെ ഒരു മാസപ്പടത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് പോലീസുകാരായിട്ട്. പിന്നെ മൻസൂർ അലിഖാന്റെ പട്ടോടി, പിന്നെ ജാഫർ, ഇങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. ആരുണ്ടായിട്ടും എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ലല്ലോ, ഇത് കണ്ടിരിക്കാൻ പറ്റണ്ടേ. ഇതില് എലസാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടെറിട്ടറി ഉണ്ട്. കടുവ മൂത്രമൊഴിക്കും പോലെ ദൈവത്തിന് ടെറിട്ടറി ഉണ്ട്. ആ ഓരോ ടെറിട്ടറിയിൽ ഓരോ ദൈവം. അപ്പോ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ആണ് എലസാമി. ഇതില് ഇദ്ദേഹത്തിന്റെ പേര്, RJ ബാലജിന്റെ പേര് ബേബി കണ്ണൻ എന്നല്ല അവനെ വിളിക്കേണ്ടത്.